ബൈഡൻ ഭരണകൂട കാലയളവിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 23 പ്രോലൈഫ് ആക്ടിവിസ്റ്റുകളെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉത്തരവിൽ ഒപ്പിടുന്നത് വലിയ ബഹുമതിയാണെന്നും അവർക്കിത് വളരെ സന്തോഷമുളവാക്കുമെന്നും ഉത്തരവിൽ ഒപ്പുവെക്കവെ ട്രംപ് പ്രതികരിച്ചു. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് നിരവധി പ്രായമേറിയ പൗരന്മാരെ കസ്റ്റഡിയിൽ എടുത്തതിന് ബൈഡൻ ഭരണകൂടത്തെ ട്രംപ് അപലപിച്ചു. 23 people were prosecuted. They should not have been prosecuted. Many of them are elderly people. They should not have been prosecuted. This is a great honor to sign this. ബൈഡന്റെ 4 വർഷ ഭരണകാലത്ത് ഫ്രീഡം ഓഫ് ആക്സസ് ടു ക്ലിനിക് എൻട്രൻസ് അഥവാ ഫേസ് ആക്ട് പ്രകാരം പ്രോലൈഫ് പ്രകടനങ്ങളിൽ പങ്കെടുത്ത 30-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ റാലി എന്നറിയപ്പെടുന്ന മാർച്ച് ഫോർ ലൈഫ് വാഷിംഗ്ടണിൽ നടക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് ട്രംപിന്റെ സുപ്രധാന പ്രഖ്യാപനം. അതേസമയം മാർച്ച് ഫോർ ലൈഫിൽ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് പങ്കെടുക്കുമെന്നും റാലിയിൽ സംസാരിക്കുമെന്നും മാർച്ച് ഫോർ ലൈഫ് സംഘാടകർ ജനുവരി 23-ന് സ്ഥിരീകരിച്ചു. സ്ഥാനമേറ്റെടുത്ത ഔദ്യോഗിക പരിപാടികൾക്ക് പുറമെ വൈസ് പ്രസിഡന്റിന്റെ ആദ്യ പൊതുപരിപാടിയാണ് ഇത്. അന്നേ ദിവസം നടക്കുന്ന റാലിയെ പ്രസിഡന്റ് ട്രംപ് വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.